fresh like the morning. Mouth wide open like they yawning. Every time they see me, they in G-Strap. Homie, this is too far. Homie, I'm just too alive. You can see me like a Illuminati. You can see me like a Illuminati. But I'm shining so bright, so bright. Don't come and try to share some of this light now. Bring me a beat and I control it like a maestro. Ladies on a mission, they be trying to get me wiped up. Shawty, wait a minute, can't tell if I like ya. Gotta make sure you know how to shake it like a bartender. Team with me and they all winners. ആമല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. നമ്മളിന്നിപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇട്ടേക്കണേ അതിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നേക്കാം. തോട് ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒന്നും കൂടി ഇരുന്നേക്കാം കേട്ടോ. തോടിലെ വെള്ളം ഒന്നും കൂടി ഇരുന്നേക്കാം. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം കയറി കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തോടിൽ വെള്ളം ഇരുന്നേക്കുന്ന സമയമാണ്. ഒന്നും കൂടി വെള്ളം ഇരുന്നേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ റിസൾട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും വന്നേക്കാണ് രാവിലെ തന്നെ. അതിരാവിലെ തന്നെ വന്നേക്കണേ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ്ലി ഹണ്ട് ഫിഷോളിക്കിൻ്റെ 5 ഫീറ്റ് റോഡാണ്. 5 ഫീറ്റ് റോഡാണിട്ടത് ഡെഡ്ലി ഹണ്ട് ഫിഷോളിക്ക്. പിന്നെ കുറാഡോ DC ഷിമാനോ 201 XG കുറാഡോ DC. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ബ്രാനാണ് കൂടുതലുള്ളത്. അതേപോലെയാണ് വെള്ളം കിടക്കണണ്ട. അപ്പോൾ അതുകൊണ്ട് വന്നേക്കാണ്. എന്താവും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാസ്റ്റിങ്ങിലേക്ക് കിടക്കാണ്. ഓക്കെ പോവാം. ഒരു ചെറിയ ഒരാളുടെ ഈ നമുക്ക് കടന്നു നോക്കാം. ചാലൊക്കെ കിടക്കുന്ന നടക്കണേ താഴ്ന്നു പോയതാണോ? ശരി, കോലുമ ചോട്ടിയത് ചിലപ്പോൾ കോലേപ്പാടി മറിഞ്ഞാടിയാണ്. ഉള്ളുമ്പോൾ നിറയെ വെള്ളം കിടക്കണേ. പാൻ്റൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞ് ഈ മഞ്ഞിൻ്റെ മൂടലിൻ്റെ. നല്ല അടി കിട്ടിയില്ല. അടുത്ത സ്ഥലത്തേക്ക് മാറ്. ഒരു സ്പോട്ട് പ്രതീക്ഷ ഒരു 3-4 വീക്ക് കിട്ടുക. നല്ല പ്രതീക്ഷയുള്ളത്. ഇത് ആദ്യം വന്നേക്കുന്ന സമയം മുതൽ അവസാനം വരെ ആ സ്ഥലത്ത് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ എന്താണോ ചെറുതായി പോവാ. വലിക്കുന്ന സിസ്റ്റം ഒന്ന് മാറ്റി പിടിച്ചു നോക്കി കേട്ടോ. സാധനം കയറിയുണ്ട്. നല്ലൊരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രാലെന്ന് പറഞ്ഞാൽ ചങ്കം ബ്രാല്. വിയറ്റ്നാമാണ്. അടിപൊളി ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിയറ്റ്നാമാണ്.
നല്ലൊരു സാധനം പോയി തട്ടത്. അപ്പോൾ നമ്മളിവിടെ വീക്കി മീനിനെ കിട്ടിയുണ്ട്. നമ്മളപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വല വീശിയേക്കാണ് കേട്ടോ. വീശുവല ചേട്ടൻ കേട്ടോ. അപ്പോൾ വീശുവല വീശിയേക്കണതിൻ്റെ പേരിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല. ജിമ്മി ഒരു സ്പോട്ടിൽ തന്നെ വീക്കൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പേസ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വീക്കി അടുപ്പിച്ച് വീക്കുകയാണ്. ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ തട്ടോ അല്ലെങ്കിൽ ഫ്രോഗിനെ കൊണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളവിടെ റിപ്പീറ്റ് നമ്മൾ വീക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രാലിനെ കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടൂല, വെറുതെ നിൽക്കും. ഇത് എന്ന് പറയുമ്പോൾ ഇത്ര സ്പേസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ നിന്ന് സ്പേസ് ഇല്ല, സ്ഥലമില്ല, ഇതേപോലെ നല്ല അടിപൊളി സ്ഥലങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റ സ്പോട്ടിൽ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യണം. വേറെ ഇല്ലല്ലോ, രക്ഷയില്ല. അപ്പോൾ അടിയിലിളക്കി നമുക്ക് മീനിനെ പിടിക്കാൻ നോക്കുക. ഇത് അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ബ്രാലെന്ന് പറഞ്ഞാൽ പല സമയത്തും ചെളിയിൽ പൂത്ത് നിൽക്കും, പയ്യ മുകളിലേക്ക് പൊങ്ങി നിൽക്കും. അപ്പോൾ നല്ല നല്ല ഏരിയ നോക്കി ഇങ്ങനെ എറിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അത്ര സമയം മെനകേറേണ്ട വരില്ല. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് ചാൻസ് ഉണ്ട്. എനിക്ക് 7 അടി ഒരു 6-7 സ്ട്രൈക്ക് കിട്ടിയുണ്ട്. സ്ട്രൈക്കൊന്നും ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഇടണമെന്നില്ല കേട്ടോ. 6 സ്ട്രൈക്ക് കിട്ടിയാണെന്ന് പറഞ്ഞാൽ ചെറുതും വലുതൊക്കെ ആയിട്ട് കിട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ നടന്ന് വീക്കിയതിൻ്റെ പേരില്ല. പായലുള്ളതുകൊണ്ട് മിസ്സാവാണ്. അപ്പം നമുക്ക് വീക്കി പായലിൽ നിന്ന് മീൻ അടിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അത് അവിടെ ഇട്ട് വീക്കിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ കുറച്ച് നേരം വീക്കി നോക്കാം, അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നടപടിയില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്പോട്ട് നമ്മൾ നോക്കിക്കോളാം. ബ്രാൻഡ് കേസ് അങ്ങനെയാണ്. അപ്പോൾ ജിമ്മിനെ വിളിച്ചു നോക്കാം അങ്ങോട്ടേക്ക് വരാമെന്ന് അറിയാൻ വേണ്ടി. ഈശ്വര ചേട്ടൻ പോയിട്ടില്ല, നോക്കട്ടെ. ആ ചേട്ടൻ എന്തൊരു കിട്ടിയോണ്ടോ നോക്കാം കേട്ടോ. എന്ത് മീനെ കിട്ടണ, സിലോപ്പി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നാടൻ കറുപ്പല്ലേ? ആ അണ്ടികളി എന്ന് പറയണേ. പിന്നെ അനാബസ് എന്ന് പറയുന്ന സാധനം പറിക്കും. ആണോ? ഒറിജിനൽ നാട്ടിലുണ്ട്, നാട്ടിലുള്ള. ആ നാടനല്ല, വലിപ്പം വെക്കൂല. നാടൻ അനാബസാണ്ടത്. അപ്പൊ അതാണ് ഈ കിടന്ന് മറിയണേ. കാര്യം തോന്നേ ഇല്ലല്ലേ? ഈ സക്കറില്ല, ഇതൊരു തുറ പോലെ കിടങ്ങേട്ടാ. ആ തോട് നമ്മളിപ്പോൾ വീക്കിക്കൊണ്ടിരുന്ന തോട് ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് ഒന്ന് നടും. അതൊരു പാലം അവിടെ വന്ന് നടും. അതായത് ഇത് തോടാ, അതേ രീതിയുള്ള അതേ സൈസ് തോടാ. ആ തോടും ഇങ്ങനെ വന്നിട്ട് നേരെ ഒരു രണ്ടും കൂടി ഒരു തുറ പോലെ കിടക്കണ സ്ഥലം. വാഹയുണ്ട്, ഇഷ്ടം പോലെ ചേറുണ്ട്. ഈ പറഞ്ഞ ചപ്പ് പൊങ്ങിയേക്കാണ്. നമുക്ക് അവിടെ നിന്നിട്ട് വീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കിയാ. ലോട്ടസ് നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലൊക്കേഷൻ്റെ താഴത്തോടിയിരിക്കും. ആ കോല് പിടിക്കാൻ കുത്തിയാൽ പിടിക്കാൻ വേണ്ടിയിരിക്കും. പാൻറ് ആയിട്ട് ഷോക്സ് കൂടിയത് താന്നുമായാലും മുട്ടിൻ്റെ അത്രേ വെള്ളം ഉണ്ടാവുള്ളൂ, ചെളി ഇച്ചിരി ഉണ്ടാവും. ഞാൻ കോലുമ്പോൾ കയ്യത്ത് നോക്കിയ പയ്യെ അച്ഛൻ കൂടി ഫ്രണ്ടോട്ട് വെച്ചിട്ട് എന്നിട്ട് കാല് വട്ടം വെച്ച് അപ്പുറത്ത് എടുക്കുക. മലൂസ എല്ലാം മാറ്റി വെച്ചു. നമ്മൾ ബ്രാലിനെ പിടിക്കൽ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ വെയിൽ മൂത്ത്, നല്ല വെയിൽ, നല്ല ചൂടിട്ടാ. നല്ല ചൂടുള്ളവരോണ്ടും വെയിലുള്ളവരോണ്ടും ഈ പാടം നോക്കി കരിഞ്ഞു ഉണങ്ങിയ മട്ടാണ്. ഒരു പേരിലൊരു കിളി പോലും കാണില്ല. അതേപോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്തവരോണ്ട് നമ്മളെന്ത് പയ്യെ കരക്കേറി കരിപ്പിടി, കറുപ്പ്, അണ്ടിയള്ളി എന്നൊക്കെ പറയണ മീനുണ്ട്, ചെറിയ
കറുപ്പ് നിങ്ങൾ കാട്ടിത്തരാം. ആ സാധനം കിടന്ന് ഇവിടെ മറിയുന്നുണ്ട്, നല്ലോണം കിടന്ന് മറിയുന്നുണ്ട്, അടിപൊളിയായിട്ട് ഇടയ്ക്കും നിലക്കൊക്കെയായിട്ട് മറിയുന്നുണ്ട്. അപ്പോൾ തണലത്ത് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ചുറ്റുപാടിൽ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ചൂണ്ട ഉണ്ടാവില്ല, ചൂണ്ട വെച്ചുണ്ടാവും, ആരെങ്കിലുമൊക്കെ കൈ ചൂണ്ട ഇവിടെ നോക്കിയപ്പോൾ ചൂണ്ട കിട്ടി. കണ്ടിട്ട് പിള്ളേരനെയാന്ന് തോന്നുന്നത്. ചൂണ്ട എടുത്ത് നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ആദ്യം ഒരു ചെറിയൊരു പരലിനെ കിട്ടി, ബോണ്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതിട്ട് ഇരം കുത്തി നോക്കി, നടപടിയായില്ല. ഈ വേനൽക്ക് അവിടെ കിട്ടാൻ സൈഡിലൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ ബോണ്ട പോയി കവലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിലിച്ചിരി മൈദ കുറവാണ്, അതിൽ ഈ റവയാണോ വേറെ അരിപ്പൊടിയാണോ അത് കൂടുതലാണ്, അതുകൊണ്ട് കൈ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജിമ്മീനെ മൈദ പൊറോട്ട അടിക്കുന്ന സ്ഥലത്ത് ഈ ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ടാവില്ല, അതിന് 10 രൂപ കൊടുത്താലും കുഴപ്പമില്ല. പൊറോട്ട അടിക്കാത്ത ആ ഉണ്ട പൊട്ടി വെച്ചാണ്, അടിക്കാൻ വേണ്ടി വെച്ചാണ് പൊറോട്ടയുടെ മാവ് ഉണ്ടയാക്കി വെച്ചാണ് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടേക്കാണ്. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ആദ്യം പരലിനെ കിട്ടി, അത് കഴിഞ്ഞിട്ട് ചെറിയ കരിപ്പിടീനെ കിട്ടി, അത് കഴിഞ്ഞിട്ട് സൈസ് സാധനം കിട്ടിയ നോക്കി, ശരി അടിപൊളി കാര്യം. വള്ളിയിൽ നിന്ന് ഉരുട്ടളിയ, വള്ളിയിൽ നിന്ന് ഊരിയിട്ടുള്ള കളിയാണ്. നല്ലൊരു കാര്യം കിട്ടിയിട്ടാ. ചൂണ്ട ഉണ്ടാ, ഇതാണ് ചൂണ്ട. അതായത് പിള്ളേർ ആയിട്ട് ഉണ്ടാക്കിക്കണേ, കാർന്നമാരുടെ അല്ലത് ചൂണ്ടയുടെ കോലം കണ്ടിട്ട്. ഇത് നല്ല കാര്യം ഉണ്ടാ, നല്ല സൈസ് കാര്യം. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ക്യാമറ ഓണാക്കിയാതെ ഇതൊക്കെ പിടിച്ച് നേരം പോക്കായിട്ടിരുന്ന് പിടിച്ചതാ. അപ്പം ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാന്ന് ഓർത്തിട്ടാണ് നമ്മൾ നിൽക്കണേ. നോക്കട്ടാ, കരിപ്പിടീനെ കണ്ടിട്ടേ അതാ വലിയ കറുപ്പടാ, വലിയ കറുപ്പാ. എങ്ങോട്ട് പോകാൻ ഇവിടെ ഇട്ട് നോക്കിയതാ. ഇത് ഇടയിൽ കയറിയിരിക്കും, കറിയിലാണ് കൊടുക്കും, തുള്ളി. നല്ല ദിവസം ആ വടി വെച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കിയിട്ടേ ഈ പറഞ്ഞ ഭയങ്കര വെയിറ്റ് ഇട്ടാ ആ കോല്. നമ്മൾ ചെറുത് വേറെ നോക്കിച്ചാ കാരി. കുറച്ചു നേരം വെക്കണം കേട്ടോ. അതിന്റെ കളി എങ്ങനെയാണെന്നറിയോ, കുറച്ചു നേരം വെക്കണം, വലിച്ച് താഴ്ത്തിക്കൊണ്ടും പോയാലൊന്നും പൊക്കരുത്. കുറച്ചു നേരം വെച്ച് നോക്കാം. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എന്താന്ന്. നല്ല കാര്യം കിട്ടിയിട്ടുണ്ട്, അടിപ്പും കാര്യം. അങ്ങനെ ഒരെണ്ണം ജിമ്മിക്ക് കയറിയിട്ടാ.
കേറ നാടി സൂപ്പർ സാറാ മൂത്തിലാർന്നത്. എന്റെ ചെന്നാടി മുതല് സാധനം മുതല ആമയും തേങ്ങ റബ്ബറുണ്ട് മഹാണി. അത് മാവിന് മിക്സ് ആയിട്ടില്ലേ? അല്ലല്ല ഞാൻ എത്ര വരാം? നിങ്ങൾ 3 പേര് അപ്പുറം ഈ കാര്യം പൊക്കി ഇവിടെ അല്ലേ മോനപ്പുറത്ത് വേണേ. അത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എടുത്ത് അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെക്കട്ടെ. പയ്യൊന്ന് താങ്ങി ചിക്കൻ മരുന്നിട്ട് പൊക്കി കളിച്ചേ. അവിടെ കളിച്ചാൽ വെള്ളം പറ്റിച്ച് നമുക്ക് കോഴി എടുക്കാം. അപ്പൊ ഇവിടുത്തെ വെള്ളം നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സ്ഥലത്തെ വെള്ളം ഒടിഞ്ഞു പോകുന്നു. ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സ്ഥലത്തെ വെള്ളം അടിച്ച് പറ്റിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് മീനാണ് പൊട്ടിച്ചുകൊണ്ടും പോയതൊക്കെ അറിയാൻ പറ്റും ചിലപ്പോ. അപ്പൊ വെള്ളമൊക്കെ അടിച്ച് പറ്റിക്കൊണ്ടിരിക്കണ്ട. വെള്ളമൊക്കെ അടിച്ച് പറ്റിക്കൊണ്ടിരിക്കണ്ട. അടുത്ത് പാലം ഫോഴ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലുതായിരുന്നു എനിക്ക് ആദ്യം അവിടെ കിട്ടിയത്. ആ ചാടിപ്പോയെന്ന് പറയില്ലേ? സുരക്ഷയാ എവിടെ നോക്കാം കൂടാ. അതാ ചാവുന്നില്ല.
എടുത്തോ. കണ്ടമാനം അപ്പുറം തെളിവെള്ളത്തിൻ്റെ ഉറവും അപ്പുറത്തെ വെള്ളം ഈ ഭിത്തിയുടെ ഇടയിൽ കൂടെ വന്നിട്ട് ആ വിടവിൽ ഈ വന്നിരുന്നിട്ട് കാണാം. കണ്ടമാനം ഏറ്റവും ഉള്ളിൽ എന്തോ ചെയ്യണേ വലിയ കറുകട കളയാ ഇവിടെ കാലിടാ വലിയ കാലിടാ വലിയ കാലി കൈയോട് പിടിക്കണ കല്ലിൻ്റെ ഇടയിലാ കൈമ മുള്ളും. എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയേ മീനിനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞേക്കാൻ എൻ്റെ അടുത്ത്. അവനവിടെ നിന്ന് എണീക്കുകയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് വലിയ മീനാണോ കണ്ടമാനം കാര്യമായിട്ടായിരുന്നു. കൈമ വെട്ടമുള്ളതൊരു പേടിയുണ്ട്. നമുക്ക് ടവലിട്ട് പിടിക്കാം. ടവലെന്തേ ടവലെന്നടാ വീട്ടായിരുന്നല്ലോ. മീനാണെന്ന് ഉള്ളി കിടന്ന് പിടക്കണേ. എന്തോരം മീനാ പറയൂ. കാര്യം വേണ്ട വേണ്ടേ.
ടവല് കിട്ടിയായിരുന്നെങ്കിൽ പൊന്നടാ കൈമ കാരി കുത്തിയിട്ടാ ചോറണ്ട കാരിയുടെ മുള്ളേറി ആ ടവല് കയ്യിൽ നിന്ന് പോയി. ടവല് ഇട്ടതിൻ്റെ കാരണതാ, പേടിച്ച് പിടിക്കാനും കാരണതാ. ഈ എൻ്റെ ചെങ്ങാതി അങ്ങനെ കട്ടേക്ക് കണ്ടമാനം കാര്യം എടുക്കണ്ട, വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് എടുക്കണേ. ഒരു രക്ഷയില്ലാട്ടോ, അന്യായ കട്ടേപ്പ്. എൻ്റെ പൊന്നോ ആ ടവല് ഇതിൻ്റെ കൂടെ വലിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഈ മീൻ നോക്കി, മീൻ എടുക്കണ എത്ര നോക്കി. എന്തൂറ കല്ലിൻ്റെ അടുത്ത് മീൻ, എന്തൂറ നിൽക്കണേ, കല്ല് ഇളക്കാനും വല്ലാതെ. ഇയാളെ എന്ത് വലിയ വാല നീ കണ്ടക്കണണ്ട. എൻ്റെ കൈ കിടക്കൂല. പിന്നെ അത് മാത്രല്ല, ടൗലാണോ എന്തെങ്കിലും ടൗലെങ്കിലും വേണം. ഏടാ നീ നിൽക്കുക എന്താ വലിയ കറുപ്പിരിക്കുന്നുണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ നിറയെ മീനുണ്ടാ, കിടക്കുന്ന വിളയണണ്ടാ, കംപ്ലീറ്റ് മീനാ. ഒരു ഇടപാട് ഈ മീനിൻ്റെ പാലും മീനൊക്കെയാണ് കിടക്കണത്. മീനിൻ്റെ പാലും മീനൊക്കെയാണ് കിടക്കണത്. ഒന്ന് ഇളകി മറിയണേ. ഇത് കൺമുമ്പിൽ മീൻ കിടന്നിട്ട് മീൻ പിടിക്കാൻ പറ്റാത്ത കണ്ടീഷനായിട്ടുള്ള ഈ വെള്ളമാണെങ്കിൽ കൈ വെള്ളം, ഈ വെള്ളം ഇങ്ങനെയും പറ്റി ചെറിയ കറുപ്പീനൊക്കെ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കൈ ഇട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ ലോക്കായിരിക്കണല്ല, അതിപ്പോൾ തന്നെ വെള്ളം പോകുമ്പോൾ ഇറങ്ങിപ്പോകും. എന്ത് അതിൻ്റെ ഉള്ളിൽ വലിയ കാര്യം ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ. അടിച്ചു കേട്ടോ. അല്ല ചേറ് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ, ചേറാണ് കിട്ടുന്നത്. റിലീസ് ചെയ്യാം, ചെറിയ ചേറാ. അധികം നിലത്ത് കിടത്തിട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിന് പറ്റാതിരിക്കാതെ നമുക്ക് റിലീസ് ചെയ്യാം. ഉച്ചക്ക് നല്ല വെയിലൊക്കെ ആയി കഴിഞ്ഞിട്ടേ നമ്മൾ അത് കഴിഞ്ഞ് ചൂണ്ടൊക്കെ എറിയുന്നതാ. അങ്ങായിരിക്കട്ടാ. ഓഫ്, കയ്യും വെള്ളത്താണ്, രണ്ട് കൈമേ. വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഉരിയുണ്ട് കേട്ടോ. ഇങ്ങനെ റിലീസ് ചെയ്തേക്കാം കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
പേടിച്ചു പോയി. ഉച്ചക്ക് നമ്മൾ നല്ല വെയിൽ മൂത്ത് കഴിഞ്ഞപ്പം വെള്ളം പറ്റിച്ച് കുറേ കാരീനെ അതിനൊക്കെ കിട്ടി. അപ്പോൾ വൈകുന്നേരം ആയപ്പം വീണ്ടും ബ്രാലിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പോണ വഴിക്ക് ഒരു തോട് കണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് തോട് കണ്ടായിരുന്നു. അപ്പോൾ ആ തോടിലൊക്കെ ഇറങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് ചേറ് കിട്ടിയത്, ഒരു സ്ട്രൈക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും നോക്കാം, സമയം കുറച്ചുള്ളൂ. ഇറങ്ങാമല്ല. ഇത് താഴോ പാറയാ, കോപ്പാണ്. ഇത് പ്ലൈവുഡിൻ്റെ ഇതിലാണോ? ഒറ്റിടിഞ്ഞോ? കോലത് കോല് ജിമ്മി ഇത് കുടിയേക്കാ. ജിമ്മി ഈ കോല് എടുക്കണ ഇത്രയും നേരം നിന്ന് നീക്കിയിട്ട് കണ്ടത്. ഈ കോലുണ്ടാ നിന്റെ ഫ്രണ്ടിൽ ഒരു ബ്രാല് എടുക്കണുണ്ടോ? ഞാനത് ചത്തിരിക്കാട്ടിയല്ലേ ബ്രാല്. എന്നാ വീട്